പൂന്തോട്ടങ്ങളിലും പറമ്പുകളിലും നാം കാണാറുള്ള ചുവപ്പിൽ കറുത്ത പുള്ളികളുള്ള വണ്ട് അഥവാ ലേഡി ബഗ് എന്ന കൊച്ചു വണ്ടിൻ്റെ പേരിന് പിന്നിൽ മനോഹരമായ ഒരു ക്രൈസ്തവ ചരിത്രമുണ്ടെന്ന കാര്യം പലർക്കും അറിവില്ലാത്ത ഒന്നാണ്. മധ്യകാല യൂറോപ്പിലെ കർഷകർക്ക് പരിശുദ്ധ കന്യകാമറിയം നൽകിയ സഹായത്തിൻ്റെ അടയാളമായാണ് ഈ പ്രാണികൾ അറിയപ്പെടുന്നത്. മധ്യകാലഘട്ടത്തിൽ യൂറോപ്പിലെ കൃഷിയിടങ്ങളിൽ കീടങ്ങൾ പടരുകയും വിളകൾ വ്യാപകമായി നശിപ്പിക്കപ്പെടുകയും ചെയ്തു. ഇത് വലിയൊരു പട്ടിണിയിലേക്ക് നയിക്കുമെന്ന് ഭയന്ന കർഷകർ തങ്ങളുടെ ഏക ആശ്രയമായ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടി തീക്ഷ്ണമായി പ്രാർത്ഥിച്ചു. പ്രാർത്ഥനയ്ക്ക് പിന്നാലെ കൃഷിയിടങ്ങളിലേക്ക് ചുവപ്പ് കലർന്ന ചുവപ്പ് നിറത്തിലുള്ള ഒരു കൂട്ടം വണ്ടുകൾ പറന്നിറങ്ങി. ഇവ ചെടികളെ നശിപ്പിച്ചിരുന്ന കീടങ്ങളെ മുഴുവൻ തിന്നു തീർക്കുകയും വിളകൾ സംരക്ഷിക്കുകയും ചെയ്തു. തങ്ങളുടെ പ്രാർത്ഥനയ്ക്കുള്ള ഉത്തരമായി ദൈവം അയച്ച അടയാളമാണിതെന്ന് വിശ്വസിച്ച കർഷകർ ഇവയെ അവർ ലേഡീസ് ബഗ്സ് അഥവാ പരിശുദ്ധ അമ്മയുടെ വണ്ടുകളെന്ന് വിളിക്കാൻ തുടങ്ങി. ഈ വണ്ടിൻ്റെ രൂപത്തിന് വിശ്വാസവുമായി ബന്ധപ്പെട്ട ചില വ്യാഖ്യാനങ്ങളുണ്ട്. ഒന്നാമത്തേതാണ് ചുവപ്പ് നിറം. ഈ ചുവപ്പ് നിറം പരിശുദ്ധ അമ്മ ധരിക്കുന്ന മേലങ്കിയെ സൂചിപ്പിക്കുന്നു. രണ്ടാമത്തേതാണ് കറുത്ത പുള്ളികൾ. ഇത് മാതാവിൻ്റെ ജീവിതത്തിലെ 7 സന്തോഷങ്ങളെയും 7 ദുഃഖങ്ങളെയും അനുസ്മരിപ്പിക്കുന്നു. ജർമ്മനിയിൽ ഇവ മരിയൻ കേഫർ എന്നാണ് അറിയപ്പെടുന്നത്. ഇതിനർത്ഥം മറിയത്തിൻ്റെ വണ്ട് എന്നാണ്. ചുരുക്കത്തിൽ പ്രകൃതിയിലെ ഏറ്റവും ചെറിയ ജീവികളിൽ പോലും ദൈവത്തിൻ്റെ കരുതലും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥവും ഒളിഞ്ഞിരിക്കുന്നു എന്നതിൻ്റെ വലിയൊരു തെളിവാണ് ഈ കൊച്ചുവണ്ടുകൾ. ഓരോ ലേഡി ബഗിനെയും കാണുമ്പോൾ അത് കേവലം ഒരു പ്രാണിയല്ല, മറിച്ച് കർഷകരുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം നൽകിയ ഉത്തരമാണിതെന്ന ചരിത്രം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. മതപരമായ വിശ്വാസവും പ്രകൃതിയും എങ്ങനെ ഇഴചേർന്ന് കിടക്കുന്നു എന്നതിൻ്റെ മനോഹരമായ ഉദാഹരണമാണ് ലേഡി ബഗിൻ്റെ ഈ ചരിത്രം.